പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. നിയമ നടപടി ഞാൻ പറഞ്ഞു, എന്താണ് പരാതി, ആരുടെയാണ് പരാതി, ആളുടെ പേര് പറയണ്ട, പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അത് അവിടെ അനുഭവസ്ഥരായ ആളുകളുള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പള്ളി കൊടുത്തത്? അതറിയണ്ടേ. അത് ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. അങ്ങനെ ഈ രാജ്യത്തുള്ള എല്ലാ ആ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? അത് അങ്ങനെ കൊടുത്ത വേറൊരു യുവതിയുടെ പേര് നിങ്ങൾ പറ. അല്ല, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ഇപ്പോൾ മുമ്പൊരു പരാതി ഉണ്ടായിരുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ പരാതി അവിടെ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് സ്വീകരിച്ച് അത് കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് കഴിഞ്ഞ് പരസ്യമായിട്ട് വന്നത്, രഹസ്യമായിട്ട് എന്തെല്ലാം നടന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടെ ആയിരിക്കും. ഞാൻ പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷനാണ് എന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ടാണ്. മുഖ്യമന്ത്രിക്ക് നിവേദനം കിട്ടും, അതാദ്യം അവിടെയല്ലല്ലോ എത്തേണ്ടത്. നമ്മുടെ നിലവിലൊരു നിയമ സംവിധാനം ഉള്ളിടത്ത് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പരാതി ഒറിജിനലി പോയി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനാണ്. പരാതിയുള്ള ആളുകൾ ജീവിക്കുന്ന, താമസിക്കുന്ന, അല്ലെങ്കിൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന പരിധിക്കുള്ള പോലീസ് സ്റ്റേഷനിലാണ് വരേണ്ടത്. ഓൾ ത്രൂ അതല്ലേ. ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കല്ലോ ഇത്രയും പേരില്ലേ, നിങ്ങളൊക്കെ ഇതുമായി ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് ഇതൊന്നും ആരുടെയൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്. പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം.